ചേട്ടാ നിങ്ങളല്ലേ ഇത് കത്തിച്ച്? നിങ്ങൾ കത്തിച്ചു. നിങ്ങൾ പുള്ളി പറയുന്ന വാട എന്ന് പറയുന്നത് ഇവിടെ പോലീസിൽ നിന്ന് വെരിഫിക്കേഷൻ വന്നപ്പോഴും ഒക്കെ ഓരോരുത്തരും കയറി പരിശോധിക്കുമ്പോഴും പറഞ്ഞ് ഇവിടെ ഒരു സ്മെല്ലും ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ കാര്യം ചെയ്തതെന്ന് പുള്ളീൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആ വെള്ളം ഒടിച്ചപ്പോൾ ഉണ്ടായ ട്രിഗറാണ്. ഇതുപോലത്തെ ഉള്ള ആൾക്കാർ വെക്കുന്ന മുട്ടയാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തിന്നുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളത് കത്തിച്ച് കളഞ്ഞു. നിങ്ങൾ കത്തിച്ചു കളഞ്ഞ ആ ജീവനാണ് ചേട്ടാ, ജീവനാണ്. അതിനെ കൊന്നു. നിങ്ങൾ ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വരുമാനം നിങ്ങൾ ഇല്ലാതാക്കി. അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ ഇല്ലേ? നിങ്ങളെ ഞാൻ മെനിങ്ങാന്ന് ഇവിടെ കണ്ട് നിങ്ങൾ മെനിങ്ങാന്ന് കണ്ടപ്പോൾ നിങ്ങളിത് പറഞ്ഞില്ല, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഫിറ്റ് ആയപ്പോഴാണ് നിങ്ങളിത് ചെയ്തത്. അതാ നിങ്ങൾക്ക് ബോധത്തോടെയാണോ നിങ്ങളിത് ചെയ്തത്? മെഡിക്കൽ റിപ്പോർട്ട് എടുത്താൽ മതിയല്ലോ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിട്ട് കണ്ടവൻ്റെ വീട്ടിൽ ഭവനഭേദനം നടത്തിക്കൊണ്ട് അകത്ത് കയറി നിങ്ങൾ കൊന്നു. വളരെ വിഷമമുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഈ കുഴി എന്ന് പറയണത് ഇന്നലെ ചത്ത കോഴികളെ കുഴിച്ചിടാൻ വേണ്ടി എടുത്ത കുഴിയാണ് കേട്ടോ. കാരണം ഇന്ന് രാവിലെ സുന്ദരനെ തുറന്നു വിട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കോഴികളെ അങ്ങനെ തന്നെ നിലനിർത്തണം, അവർക്ക് എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുക്കണം എന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ കുഴിയെടുത്ത് അതിനെ മൂടിയാലേ പറ്റുള്ളൂ, സ്മെല്ലൊക്കെ ആവാറേ. അപ്പം അങ്ങനെ എടുത്ത കുഴിയാണ്. പേര് ബാക്കിയുള്ളൂ കേട്ടോ, സുന്ദരനും ആ കുഞ്ഞിക്കോഴിയും. അതിനെ കുറേ കത്തിയിട്ടുണ്ട്, പക്ഷേങ്കിലും സുന്ദരൻ ആക്റ്റീവായി. ഇന്ന് ആ കോഴികളെ മുഴുവൻ വിമൽ മാറ്റുകയാണ്. ഇന്നലെ മുതൽ വിമൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. വിമൽ ആകെ കരച്ചിലും സങ്കടമായിരുന്നു, അവനെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അവൻ നോക്കി വളർത്തിയിരുന്ന, അവൻ ഇന്നലെ രാവിലെയും കൂടെ തീറ്റ കൊടുത്തിട്ട് പോയിരുന്ന കോഴികളാണ്. ദേ കണ്ടോ, ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ, മനസ്സിലായോ? അത്ര എളുപ്പമല്ല നമുക്കിത് ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറയണത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ചുറ്റാകെ ഇത്രയും മരങ്ങളുടെ ഇടയിൽ ആകെ 4-5 കോഴികളേ ഉള്ളൂ. ഇവരിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇത് ചെയ്തത് ഞങ്ങളുടെ തൊട്ടിരിക്കുന്നത് ഈ വീട്ടിലെ നെയ്ബറാണ്. അയാൾ രാവിലെ 5 മണി മുതലെങ്ങാണ്ട് വെള്ളം അടിക്കുമായിരുന്നു. ആ വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് തോന്നിയൊരു കലിപ്പാണ് ഇവിടെ നിപ്പം അത് മാറ്റണം എന്ന് തോന്നി അങ്ങനെ ചെയ്തൊരു വീരകൃത്യമാണ്. ഒരാളുടെ ഒരു നിമിഷത്തെ ഒരു അയാളുടെ വെള്ളം അടിച്ച് തോന്നിയ ഒരൊറ്റ കിളി പറന്ന തോന്നലിലാണ് ഇത്രയും ജീവൻ ഒന്നും അല്ലാണ്ടായി തീർന്നത്. നമ്മൾ നോക്കിയേ, കത്തി പടർന്ന് കിടക്കണം. എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ കോഴികളൊക്കെ അങ്ങനെ എന്ത് രീതിയിൽ നോക്ക് മുട്ടയിടാൻ വേണ്ടി ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അത്ര നേരം ആകുമ്പോൾ അവർ മുട്ടയിട്ട് കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടിരുന്നതാണ്. ആ മുട്ടയും ആ കോഴികൾ എല്ലാം നമുക്കങ്ങ് ഒരു സഹിക്കാൻ പറ്റണതിനപ്പുറം അങ്ങ് വിഷമമായി, വേദനയായ ഒരു ഇതായി. നോക്കിയാൽ ഇതിലാണ് ഈ സുന്ദരനെ നമുക്ക് അടച്ചിടേണ്ടി വരണതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് പുള്ളി ഇത് കത്തിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവിട്ടത്തിൻ്റെ അന്ന് വൈകിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ തിരുവോണം മുതൽ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകിലാണ്. ഞാൻ, ഹസ്ബൻഡ്, ഇവിടെ വിമല്, എല്ലാവരും. ചതയായി, ഇതുവരെ ഫുഡ് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഉള്ള ന്യൂറോ പ്രശ്നത്തിൻ്റെ കൂടെ ഇനി മെഡിക്കേഷൻസ് എടുത്താലേ എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇത് ചതയായി 3 ദിവസമായി നേരെ. ഫുഡ് എന്ന് പറയണത് കഴിക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തലവേദന, ഛർദിൽ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോണത്, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു നമ്മുടെ അടുത്തൊന്നും. ഇപ്പോൾ അത് അവൻ നോർമലായി തുടങ്ങിയതേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് ഫാമിങ്. അതിൻ്റെ പേരിൽ ഇത്രയും വിഷമം ഇത് ആദ്യമായിട്ടാണ് ഞാൻ സബ്സ്ക്രൈബിൻ്റെ അന്ന് ഈ കോഴികളെല്ലാം കൊന്നിട്ടിട്ട് പുള്ളി നിന്ന് ഷൗട്ട് ചെയ്യുന്ന രംഗമാണിത്. അപ്പം ഞങ്ങൾ ചെന്ന് ഞാനൊക്കെ ആകെ കരഞ്ഞ് വിളിച്ച് നിൽക്കുകയാണ്. ഹസ്ബൻഡാണെങ്കിൽ ഒരു തെളിവിന് വേണ്ടി ഈ സീനെല്ലാം എടുത്തു വെച്ചേക്കാണ്. ഇതിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തെറിയാണ് പുള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിവർത്തിയില്ലായിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരൊക്കെ തെറി വിളിക്കുമായിരുന്നു. പോലീസുകാരൊക്കെ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇയാളുടെ ഒരു രീതിയിലും കെട്ടിറങ്ങുന്നുമില്ല. പോലീസുകാർക്ക് തന്നെ ഒരു ശല്യമായിട്ട് മാറുമായിരുന്നു. പോലീസുകാർ എന്നിട്ട് പറഞ്ഞു ഇപ്പം നമ്മൾ ആ കോമ്പൻസേഷൻ വാങ്ങിച്ചില്ലെങ്കിൽ ഇയാൾ ജസ്റ്റ് ഒരു കേസ് ഫയൽ ചെയ്ത് അങ്ങ് പോവും, ഇയാളത് സിവിൽ കേസായിട്ട് ഫയൽ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. ലാസ്റ്റ് അവരിടപെട്ട് ഒരു ന്യായമായ തുകയുടെ കോമ്പൻസേഷൻ വാങ്ങിച്ചു തരുവാണ് ചെയ്തത്. എന്നിട്ടും ഇയാൾ ഇന്നലെ മുതൽ തിരിച്ച് വന്നിട്ട്, ഇന്നലെ 3 മണിയായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ വിട്ടത്തിൻ്റെ അന്ന്. ഇന്ന് രാവിലെ പുള്ളിക്കാരൻ്റെ വൈഫ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ത്രെറ്റൻ ചെയ്യുവാണ്, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അവിടുത്തെ തെങ്ങ് മുറിച്ച് തരണം, അല്ലെങ്കിൽ അറിയാലോ മാമനും അച്ഛനും ഒക്കെ മരിച്ച വഴി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രെറ്റനിങ്.